ഹായ് ഫ്രണ്ട്സ്, അമ്മൂസ് ആൻഡ് പാത്തൂസ് ഫീൽഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നാൽ പോകാം വീഡിയോയിലേക്ക്. ഇന്ന് ഞങ്ങൾ മലയാറ്റൂരാണ് എത്തിയത്. ഇടത്തെല്ലാം കഴിഞ്ഞ് പോയതിന് ശേഷം രാത്രിയിൽ ഏകദേശം 7:30 ആയപ്പോൾ ഞങ്ങൾ മലയാറ്റൂരെത്തി. മല കയറുന്നവർക്ക് മല കയറാം, താഴെ അവിടെയൊക്കെ ഇരിക്കുന്നവർക്ക് ഇരിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ മല കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ അമ്മൂസിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു മല കയറാൻ വേണ്ടിയിട്ട്. പാത്തൂനെയും കൊണ്ട് കയറാൻ അല്പം കഷ്ടമാണ്. എങ്കിലും ഞങ്ങൾ വിചാരിച്ച് എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങളെ കുരിശുമലയെക്കാളും അത്രയ്ക്കും പാടില്ല, അതിനേക്കാളും എളുപ്പമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളും വിചാരിച്ച് എന്നാൽ മല കയറാമെന്ന്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട്. അമ്മൂസാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിൽ നിൽക്കുകയാണ്, കാരണം അവൾ ഇതുവരെയും മല കയറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റാണ്. അതായത് മല കയറിയിട്ടില്ലല്ലോ, അതുകൊണ്ട് വാ അമ്മ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവൾക്കൊരു ചേച്ചിയെ കിട്ടി ഫ്രണ്ടായിട്ട്. അങ്ങനെ വണ്ടിയിൽ നിന്ന് തന്നെ കിട്ടി. അങ്ങനെ പിന്നെ അവളുടെ കൂടെ അങ്ങ് കൈപിടിച്ച് അങ്ങ് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ കയറി തുടങ്ങിയതേ ഉള്ളൂ. റോഡ് ആദ്യം കുറേയൊക്കെ റോഡാണുള്ളത്. ഇപ്പോൾ ഉത്സവ പറമ്പിലൊക്കെ ഉള്ള പോലെ കുറേ കച്ചവടക്കാരും അങ്ങനെയൊക്കെ കുറച്ച് നല്ല റോഡ്. അതൊക്കെ കയറിയപ്പോഴേക്കും ഞങ്ങൾ വിചാരിച്ച് നല്ല എളുപ്പമെന്ന്. പക്ഷേ മല കയറി തുടങ്ങിയപ്പോൾ അപ്പോഴാണ് വിചാരിച്ചത് കുരിശുമലയെ പോലെ തന്നെ ഇതും കഷ്ടമാണ്. ഭയങ്കര കഷ്ടമല്ല, അത്രയും ഇതില്ല. എങ്കിലും ഞങ്ങൾക്ക് പാത്തൂനെയും കൊണ്ട് കയറാനും പിന്നെ ഞാൻ തലേദിവസം ഉറങ്ങാത്ത ക്ഷീണവും എല്ലാം കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര കഷ്ടമായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ കയറിയില്ല, ഞാനും പാത്തും കയറില്ല. പിന്നെ അമ്മ ഫ്രണ്ടേ പോയത് കൊണ്ട് പിന്നെ ചേട്ടൻ കയറി. ഇനി ബാക്കി വിശേഷം കാണാം. ഇനി 7 കുരിശുണ്ട്, ദൂരമുണ്ട്. പിന്നെ കയറാൻ നമ്മൾ കുറച്ച് എളുപ്പമുണ്ട്, പക്ഷെ നല്ല ദൂരമുണ്ട് വരാൻ വേണ്ടി. ഹലോ ഗേസ്, ഞങ്ങൾ ഏറെക്കുറെ മേളിലെത്തിയിട്ടുണ്ട്. 14 സ്ഥലത്ത് എത്തുകയാണ്. വേണ്ട ഇവിടെ നമുക്കിനി ശകലം ദൂരം കൂടെ ഒരു 5 മിനിറ്റ് കൂടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മേളിലെ സ്ഥലത്തെത്തും. അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. അമ്മൂസാണെങ്കിൽ നടന്നു പോകുന്നു. അമ്മൂസിന് ക്ഷീണമില്ല. ഏറ്റവും ടോപ്പ് വെള്ളമൊക്കെ വാങ്ങി കൂടി. നമ്മുടെ കുരിശുമല പോലെയല്ല, നല്ല ഫലം കൊണ്ടാ. ഓരോ ചർച്ചകൾ ഓരോരുത്തർ കൊണ്ടുവന്ന് കുരിശികളൊക്കെ കൊണ്ട് ചെയ്യുന്നുണ്ടോ, ഓരോരുത്തർ കൊണ്ട് ചെയ്യുന്ന കുരിശികളുണ്ടോ വേണ്ട. വലിയ മരത്തിലാ ഇത് കണ്ടോ, ഇത്രയും വലിയ മരത്തിലാ കുരിശ് താഴേന്നേ കൊണ്ടുവന്നു ഒന്ന് കണ്ടോ. അതുപോലെ അവിടെ എല്ലാം ഇത് തന്നെയാണ്. ബ്രദേഴ്സ് മുഴുവൻ വലിയ തടിയിൽ 10-30 അടി താഴ്ചകൾ, 10-20 അടി പൊക്കമുള്ള വലിയ ഇതിലെടുത്തിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളതാ കുരിശടിയിലോട്ടെത്തി. ഇവിടെ കാണിക്കിടണം, വഴിതിലെത്തിക്കണം. ഏറ്റവും ടോപ്പിലാകുമ്പോൾ നിൽക്കുന്നത് നമ്മൾ മലയാറ്റൂരിലെ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. ആന കുത്തിയ പള്ളി ഉണ്ടോ, ആന കുത്തിയ പള്ളി. ഏറ്റവും ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോഴ് അവിടെ ഒരു കിണറുണ്ട്. ഹലോ ഗെയ്സ്, ഇവിടുത്തെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു കിണറാണ്. ഈ മലയുടെ മുകളിൽ കണ്ടോ, ഇത്രയും വലിയ പാറയാണ്, ഫുള്ള് പാറയാണ്. ഈ പാറയുടെ ഇടയ്ക്ക് ഒരു കിണറ്റിൽ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഒത്തിരി താഴ്ചക്കുറവാണ്.
ഇതാ കിണർ. ഈ കണ്ടോ, ഇത് മൊത്തം പാറ. ഈ പാറയിടയ്ക്കാണ് ഈ വെള്ളം, ഈ കിണറ്റിൽ. ഭയങ്കര അത്ഭുതമാണ് അവിടെ. അത് നമ്മളതൊക്കെ കണ്ട് നമ്മളിതാ ഇവിടെ നിന്ന് താഴോട്ടിറങ്ങാൻ പോകുന്നു. ഇവിടുത്തെ പള്ളി. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ഇതെല്ലാം കാണിക്കൊക്കെ ഇട്ട് നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങുക. ഹലോ ഗൈസ്, ഞാൻ നിങ്ങളെ ഏറ്റവും ഒരു പ്രത്യേകത കാണിക്കാൻ വന്നത്, നമ്മുടെ അവിടെയൊക്കെ ഇത്രയും മരങ്ങൾ ഉണ്ടെന്നുള്ളത്. ഇത് കണ്ട, ഞാനൊരു സംഭവം കാണിച്ചു തരാം. ഏറ്റവും വലിയ മരം കൊണ്ട്, അതായത് എൻ്റെ കണക്ക് നോക്കിയാൽ ഒരു 50 ഇഞ്ച് വണ്ണം വരും തോന്നുന്നു. നമ്മുടെ നാട്ടിലൊക്കെ 50 ഇഞ്ച് വണ്ണത്തിന് മേളിൽ വരും. വലിയ മരം കൊണ്ടൊരു കുരിശ് ചെയ്ത് താഴേന്ന് ഇത്രയും മേളിൽ പൊക്കത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഏകദേശം 50 ഇഞ്ച് വണ്ണമുണ്ട് ആ കുരിശ്. അപ്പം നിങ്ങൾക്ക് വേണ്ടി കാണിക്കാം ഞാൻ. ഹലോ ഗൈസ്, കണ്ടോ, ഇത്രയും വലിയ കുരിശ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഏകദേശം 60 ഇഞ്ച് വണ്ണത്തോളം വരും. ഇത്രയും വലിപ്പമുള്ള മരത്തിനെ മുറിച്ച് ഇത്രയും കണ്ടോ, ഒരു 30 അടി ഹൈറ്റ് വരും. 30 അടി ഹൈറ്റിൽ വലിയ മരത്തിനെ മുറിച്ച് ഒറ്റ ഇതായിട്ട് ചെയ്ത് എത്ര ആൾക്കാർ വേണ്ടി വരും ഇതിനെ മേളിൽ കൊണ്ടുവരാൻ, ഈ പിന്നെ കുരിശുമലയെ കൊണ്ടുവരാൻ വേണ്ടി മലയാറ്റൂർ. കണ്ടോ, ഭയങ്കര സംഭവമാണ്. കണ്ടോ, പല കുരിശുകളുണ്ട്. വലിയൊരു കുരിശ് നാട്ടിട്ടുണ്ട് ഇവിടെ. ഉണ്ടോ, ഞാൻ കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങുന്നു. വലിയ ഒടിമരം ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നല്ലേ എയർപോർട്ട് വരുന്നത്. ദൈവമേ, പോയി ഞങ്ങൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക. അത് തന്നെ, പാടൊന്നുമില്ല, സിമ്പിൾ ഈസി. സിമ്പിൾ ഈസി. പക്ഷെ അമ്മൂന് ഇറങ്ങാൻ വയ്യ, 4 പേര് പിടിക്കണം. തിരിച്ചിറങ്ങി തുടങ്ങി. അമ്മൂന് ഇറങ്ങാൻ വയ്യ, കയറിയതുപോലെ ഇറങ്ങാൻ നല്ല പാടാ. അമ്മൂന് നടക്കാൻ വയ്യ. മേളിലോട്ട് പോയപ്പോൾ നല്ല സ്പീഡിൽ പോയ കൊച്ചാ കണ്ടായിരിക്കുന്നേ. ചാനലിടത്, ചാനലിടും. ആ മേളോട്ട് ഇപ്പോൾ നല്ല സ്പീഡിൽ പോയി കൊച്ചാ, തിരിച്ചിറങ്ങാൻ വയ്യ. 150 എടുത്തിരുന്നിരുന്ന് പോവുക. അങ്ങനെ ഞങ്ങൾ ഏറെക്കുറെ താഴെ എത്തിയിട്ടുണ്ട്. കയറുന്നതിനായിട്ട് പെട്ടെന്ന് നമ്മൾ ഇറങ്ങി കേട്ടോ. കയറാൻ ഒരുപാട് സമയം പിടിച്ചേ, പക്ഷേ തിരിച്ചിറങ്ങാനൊരു സമയമൊന്നും പിടിച്ചില്ല. നമ്മൾ ഏറെക്കുറെ പെട്ടെന്നൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. താഴെ ഏറെക്കുറെ താഴെ എത്താറായി നമ്മൾ. കാരണം ഇനി നല്ല നിരപ്പ, പെട്ടെന്ന് നമുക്ക് താഴെ എത്താം. നമ്മൾ ഏറെക്കുറെ ആയി. ഇനി കഷ്ടിച്ചൊരു 50 മീറ്റർ കൂടെ തന്നെ ഉണ്ട്. ഏറെക്കുറെ നമ്മൾ താഴെ എത്തി. താഴെ എത്തിയിട്ടുണ്ട് നമ്മൾ ഏറെക്കുറെ. അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഏകദേശം ഇപ്പം സമയം 10 മണിയായിട്ടുണ്ട്. നമ്മളങ്ങനെ തിരിച്ച് എത്തിയിട്ടുണ്ട്. വാ മക്കള് വാ. നമ്മളങ്ങനെ തിരിച്ച് സന്നിധാനത്തെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ പോയത്. അങ്ങനെ നമ്മൾ പോയ സ്ഥലത്ത് തന്നെ കൈവിടി വരെ അങ്ങനെ പോയ സ്ഥലത്ത് തന്നെ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. കണ്ടേ വെള്ളം.